ഉറക്കപ്പിച്ചൊന്നുമല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ. മടക്കാൻ പോവാണ്. ഇനി നമ്മൾ അതാണ് മടക്കാൻ പോകുന്നത്. ഞാൻ മടക്കിയിട്ടുണ്ട്. 1 വീക്ക് കഴിയുമ്പോൾ ബെഡ് ചേഞ്ച് ചെയ്യണം. 1 വീക്ക് കഴിയുമ്പോൾ ഒരു 3 days ചേഞ്ച് ചെയ്യണം. ആക്ച്വലി ഞങ്ങളുടെ അടുത്ത് കുഞ്ഞു പിള്ളേരുണ്ട്, ഇല്ലാത്തതുകൊണ്ടാണ് 1 വീക്ക് കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. ഞാനും അമ്മയും കൂടാണ് സത്യത്തിൽ വീട് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾ അമ്മമാരെ ഹെൽപ്പ് ചെയ്യുക ഗൈസ്. കമന്റ് ചെയ്യണം. ഇവിടെയും വലിച്ചെറിയും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. അവരോട് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വഴക്കിടല്ലേ, അത് തെറ്റായ കാര്യമാണ്. മറ്റേത് എനിക്കൊരു മുട്ടയുടെ ചലഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതായത് കണ്ട് ഇങ്ങനെ വെച്ചിട്ട് മുട്ട ഇങ്ങനെ നമ്മൾ അമക്കി പൊട്ടിക്കണം. അത് ഈ മുട്ട താഴോട്ട് പൊട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മമാർ ഭദ്രകാളി ഈ ഭദ്രകാലം കൊണ്ടുവന്ന് നമുക്ക് കാണാൻ പറ്റും. കാര്യം നിങ്ങൾക്ക് കരികാലിയുടെ പാട്ടിന് നീരെടുക്കാം. ഭദ്രകാളി ആക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് പിടിക്കട്ടെ. താഴത്ത് പൊട്ടിയ ഒരു കുഞ്ഞി കേൾക്കാൻ പോവാണ്. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. ആ വിശപ്പ് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം മുട്ടയുടെ ഉണ്ണിയാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ ഈ മുട്ട കഴിക്കുകയാണ്. ഞാൻ ഈ മുട്ട കഴിക്കാനുള്ള കാരണം ഈ മുട്ട കഴിക്കാൻ കാരണം രാജേഷ് കുമാർ അങ്കിൾ ഡോക്ടറാണ്. ആ വേദന പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുട്ട കഴിച്ചാൽ നമുക്ക് ജിമ്മൊക്കെ വരും. ഇത് ബ്ലോഗിൽ പറയണമെന്ന് ആ അങ്കിൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകം മാത്രമല്ല ബ്ലോഗ് ഇത് കഴിച്ചാൽ എൻ്റെ അമ്മ ഞാൻ പറയുന്ന ഒരു ഗിഫ്റ്റ് എനിക്ക് മേടിച്ച് തരും എന്ന് ആ രാജേഷ് കുമാർ അങ്കിള് എൻ്റെ അമ്മയും അച്ഛനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കഴിക്കാൻ കാരണം. വീട്ടിൽ ഇതുപോലെ കുഞ്ഞു മക്കളൊക്കെ മുട്ട അടിക്കാൻ മടിയാണെങ്കിൽ ഏതെങ്കിലും കുഞ്ഞു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ട് അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ കഴിപ്പിക്കാൻ ശ്രമിക്കുക. അഥവാ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു 2 ഗിഫ്റ്റ് കൂടെ മേടിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. മുളക് പൊടിയും ഉപ്പും കൂട്ടിയാണ് കഴിക്കുന്നത്. കഴിക്കണം, യെല്ലോ പോർഷനും കഴിക്കണം.
രണ്ടും നമ്മൾ കഴിക്കണം. രണ്ടും ആരോഗ്യത്തിന് ഗുണമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീനൊക്കെ കിട്ടുന്നത് ഈ മഞ്ഞ പോർഷനിലാണ്. കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ല പ്രോട്ടീനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കഴിക്കുന്നത്. ആക്ച്വലി എൻ്റെ ഹെൽത്തൊക്കെ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഞാൻ ഡെയിലി മുട്ട ഉണ്ടെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ വെള്ളവും കുടിക്കണം. വെള്ളം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മൾ വെള്ളമൊക്കെ കൊടുത്തിട്ട് കുടിക്കണം. എന്നാൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ റൂമിന് ഇൻഫെക്ഷൻ വരും. മുട്ടയുടെ കാര്യം നിങ്ങൾ തമാശയായിട്ട് വിചാരിക്കില്ല. അത് ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. നിങ്ങൾ മുട്ട ഡെയിലി എത്ര മുട്ട കഴിക്കുന്നുണ്ടെന്ന് കമന്റ് ചെയ്യുക. മുട്ട കഴിച്ചാലേ നമുക്ക് ആരോഗ്യം കിട്ടത്തുള്ളൂ, കൂടാതെ ജിമാശല്യം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി മുട്ടയും കഴിക്കുക. പിന്നെ നമ്മളെന്നും ഓരോ ഫ്രൂട്ട്സ് കഴിക്കുക. ഞാനിന്ന് എടുത്തിരിക്കുന്ന അനാറാണ്. അനാറെന്ന് വെച്ചാൽ മാങ്ങ നാരങ്ങ. അത് നമ്മൾ ഡെയിലി കഴിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴം കഴിക്കണം. അത് മസ്റ്റാണ്. പക്ഷെ നമ്മൾ മാങ്ങ നാരങ്ങ കഴിച്ചാൽ എന്താ ഗുണമെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, മാങ്ങ നാരങ്ങ കഴിച്ചാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് നല്ല ഒത്തിരി ഉണ്ടാവും. പിന്നെ നമുക്ക് ബ്ലഡ് ഉണ്ടാവുന്നത് ഈ സാധനം നമ്മളെ സഹായിക്കും. നമുക്ക് ബ്ലഡ് ഉണ്ടാവാറുണ്ട്. നമ്മൾ എപ്പോഴും ശല്യം ഉണ്ടാകാൻ പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴും ഭയം വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊണ്ട് കഴിക്കുന്നത് അത് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയാണ് പഴം വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ കഴിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക, ചാനൽ കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യുക. സോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്കിത് പറ്റത്തുള്ളൂ. നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഓക്കെ, സോ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. Siga moviendo la manta, movete machita.